ഹലോ. അപ്പോൾ നമ്മുടെ ചാലഞ്ചിൻ്റെ ഇന്ന് രണ്ടാമത്തെ ദിവസമാണ്. അപ്പോൾ ഞാൻ ഇന്നത്തെ രണ്ടാമത്തെ ദിവസത്തിലെ ആദ്യത്തെ എൻട്രി ഞാൻ എടുക്കുകയാണ്. മോർണിംഗ് തന്നെ എടുക്കുകയാണ്. മോർണിംഗ് ഏകദേശം ഞാനൊന്ന് CPR വരെ മാർക്കറ്റ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം വന്നപ്പോൾ ഞാനിപ്പോൾ ഒന്ന് എടുക്കുന്നുണ്ട്. നിഫ്റ്റിയിലാണ് ഇപ്പോൾ ഞാൻ എൻട്രി എടുത്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഒറ്റ ലോട്ട് തന്നെയാണ് നമ്മൾ എപ്പോഴും ചെയ്യുന്നത്. ഇപ്പോൾ ഈ ഒരു 20 ദിവസം നമ്മൾ ഒറ്റ ലോട്ടിൽ എങ്ങനെയാണ് നമുക്ക് ട്രേഡ് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ ഞാൻ ചാലഞ്ചായിട്ട് എടുത്ത് അത് കാണിച്ചു തരുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ എൻട്രി എടുത്ത് ശേഷം നമുക്ക് നല്ല രീതിയിൽ മൂവ്മെൻറ്റ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഏകദേശം എൻ്റെ ഒരു പ്രതീക്ഷ ഇന്നത്തെ സ്റ്റാർട്ടിങ്, അതായത് ഇന്നലത്തെ ലോയിലാണ് ഞാൻ പോയി നിൽക്കും എന്നുകൊണ്ടാണ് ഞാൻ എൻട്രി എടുക്കുന്നത്. അപ്പോൾ എന്തായാലും നല്ല രീതിയിൽ മൂവ്മെൻറ്റ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പ്രീമിയത്തിൽ ഭയങ്കരമായ എഫക്റ്റ് ആവുന്നുണ്ട്, പക്ഷേ മാർക്കറ്റിൽ വലിയ മൂവ്മെൻ്റ് ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും നോക്കാം, നമുക്ക് മാർക്കറ്റിൽ കൂടെ മൂവ്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ ഏകദേശം ഈ ഒരു മൂവ്മെൻറ്റ് ഞാൻ മാർക്ക് ചെയ്ത് എവിടെ എത്തുകയാണെങ്കിൽ നമുക്കൊരു 3x ആണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം, വെയിറ്റ് ചെയ്ത് നോക്കാം മാർക്കറ്റ് എത്രത്തോളം പോകുന്നു. അങ്ങനെ ഏകദേശം അവിടെ നിന്നൊരു മൂവ്മെൻറ്റ് കഴിഞ്ഞ് പിന്നെ ആ CPRൻ്റെ വേറെ ചെറിയൊരു സപ്പോർട്ട്, അതായത് CPR സെൻട്രൽ പിവറ്റിൻ്റെ അടുത്ത് തന്നെ ഉള്ളൊരു ഇതിൽ തന്നെ അവിടെ ആ റേഞ്ചിൻ്റെ ഉള്ളിൽ തന്നെ കളിക്കണം. ഒന്നുകൂടെ CPRൻ്റെ റേഞ്ചിലേക്ക് പോകുന്ന പോലെയാണ് ഇപ്പോൾ എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഞാൻ എന്തായാലും എൻ്റെ സ്റ്റോപ്പ് ലോസ് ഞാൻ എൻട്രി പോയിൻറ്റിൻ്റെ അവിടേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഈ എൻട്രി പോയിൻ്റ് അവിടെ നിന്ന് ക്ലോസിങ് കിട്ടുകയാണെങ്കിൽ ഞാൻ അവിടെ നിന്ന് എക്സിറ്റ് ആവും എന്ന് പറഞ്ഞിട്ടാണ് അത് നമ്മുടെ എൻട്രി പോയിൻറ്റിലേക്ക് ഞാൻ എൻ്റെ സ്റ്റോപ്പ് ലോസ് വെച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇവിടെ നിന്ന് ഇതൊരു ക്ലോസിങ് ക്യാൻഡിൽ അടുത്ത് ക്ലോസിങ് ക്യാൻഡിൽ കിട്ടുകയാണെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് എക്സിറ്റ് ആവുന്നതാണ്. ഏകദേശം ചെറിയ ലോസും വരുന്നുണ്ട്, 1000-ൻ്റെ അടുത്ത് ലോസ് കാണിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു ക്യാൻഡിൽ ഇവിടുത്തെ ക്ലോസ് ആവണമെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് എക്സിറ്റ് ആവും മാക്സിമം. അങ്ങനെ ഇതന്നെ ക്ലോസിങ് കിട്ടുകയാണെങ്കിൽ ഞാനത് എക്സിറ്റ് ആവും. അപ്പോൾ നമുക്ക് എക്സിറ്റ് ആവാനുള്ള ടൈം ആയിരിക്കണം. അപ്പോൾ ഞാൻ എന്തായാലും എക്സിറ്റ് ആവുകയാണ്. 1100 റുപ്പീസിൽ ഞാൻ എക്സിറ്റ് ആവുകയാണ്. ഏകദേശം 1100 റേഞ്ചിൽ തന്നെ എക്സിറ്റ് ആയിരിക്കാം. അപ്പോൾ എന്തായാലും ഇത് ഇവിടെ നോക്കാം, നമുക്ക് ഇവിടെ നിന്ന് അടുത്ത എൻട്രി കിട്ടുകയാണെങ്കിൽ ഞാൻ എൻട്രി എടുക്കും, അല്ലെങ്കിൽ ഒഴിവാക്കും. ഇന്നത്തെ ദിവസം ലോസ് ആണെന്ന് പറഞ്ഞിട്ട് ഞാൻ ഒഴിവാക്കും, അല്ലെങ്കിൽ അടുത്ത എൻട്രി ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്, അതുപോലെ നോക്കും, പ്ലാൻ ചെയ്ത് എടുക്കാൻ പറ്റുകയാണെങ്കിൽ എടുക്കും. അപ്പോൾ എന്തായാലും ഞാൻ രണ്ടാമത്തെ എൻട്രി എടുക്കാൻ പോവാണ്. രണ്ടാമത്തെ പ്ലാൻ ചെയ്ത പോലെ എനിക്ക് വന്നിട്ടുണ്ട്. വീണ്ടും അതേ തന്നെയാണ്, CPRൽ തട്ടിയിട്ട് റിവേഴ്സിൽ പോവും എന്ന് പ്രതീക്ഷിച്ച് തന്നെയാണ് എൻ്റെ വ്യൂ എന്ന് പറയുന്നത്. ഇന്നത്തെ മാർക്കറ്റ് ഞാൻ മോർണിംഗ് മുതൽ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു CPRൽ ഒന്ന് മാർക്കറ്റ് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ നിന്ന് വീണ്ടും അത് റിവേഴ്സിൽ പോവും എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് ഞാൻ ഇപ്പോൾ എടുക്കുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ അതിന് വേണ്ടിയിട്ടാണ് ഏർലി മോർണിംഗ് തന്നെ മാർക്കറ്റ് ഓപ്പൺ ആയത് തന്നെ എടുക്കാതെ, നമുക്ക് എൻ്റെ വ്യൂ അനുസരിച്ച് മാർക്കറ്റ് ആ ഒരു ലെവലിൽ വന്നിട്ട് പിന്നെ ഡൗണിൽ പോകുന്നതാണ് എൻ്റെ ഒരു വ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ അത് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ എത്രയും നേരം വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് എൻട്രിയിൽ എനിക്ക് ചെറുതായിട്ട് വീണ്ടും എനിക്ക് ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് പോലെയാണ്, അത് എൻട്രി തന്നെയാണ് എക്സിറ്റ് ആയിട്ടുണ്ടായിരുന്നത്. എൻട്രിയിൽ നിന്ന് കുറച്ചെണ്ണം മേലെ പോയിട്ട് ഞാൻ എക്സിറ്റ് ആയി. അപ്പോൾ ഇപ്പോൾ രണ്ടാമത്തെ എൻട്രി എടുത്തിരിക്കുകയാണ്. അത് നല്ല രീതിയിൽ തന്നെ എനിക്കത് ഡൗണിലേക്ക് തന്നെ വരുന്നുള്ള വ്യൂ തന്നെയാണ് ഇപ്പോഴും എൻ്റെ ഉള്ളത്. അപ്പോൾ എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം, നല്ല രീതിയിലേക്ക് വരും എന്നുണ്ട്. അപ്പോൾ എന്തായാലും നല്ല രീതിയിലേക്ക് മൂവ്മെൻറ്റ് കിട്ടിയിരിക്കുകയാണ്. നല്ല രീതിയിൽ തന്നെ മൂവ്മെൻറ്റ് വരുന്നുണ്ട്. ഏകദേശം ഉണ്ടാക്കിയ ലോസിനെക്കാട്ടും പിന്നെയും ഒരു 1000 റുപ്പീസ് എല്ലാം പ്രോഫിറ്റിലേക്ക് തന്നെയാണ് കാണുന്നത് ഇപ്പോൾ. അപ്പോൾ എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം. എൻ്റെ ടാർഗറ്റ് അടിച്ചിട്ട് ഇറങ്ങാം, അല്ലെങ്കിൽ വെയിറ്റ് ചെയ്ത് നോക്കാം. ഇവിടെ നിന്ന് ജസ്റ്റ് ഇവിടെ നിന്ന് അത്ര നല്ല റിവേഴ്സിൽ കാണിക്കുകയാണെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങും, അല്ലെങ്കിൽ പിന്നെ നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം. എന്തായാലും നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഇനി എന്ന് പറയുന്നത് നമുക്ക് എൻട്രി പോയിൻറ്റിൻ്റെ അവിടെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് പിന്നെ നമുക്ക് വേറെ ഇഷ്യൂ ഒന്നുമില്ല. അപ്പോൾ ഒന്നില്ലെങ്കിൽ ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ്, അല്ലെങ്കിൽ നമ്മുടെ ടാർഗറ്റ്, അത്രേ ഉള്ളൂ. അപ്പോൾ എന്തായാലും വെയിറ്റ് ചെയ്ത് ഇരിക്കുക. നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് നല്ല രീതിയിൽ തന്നെ ഇനിയും നല്ല രീതിയിൽ ഡൗണിലേക്ക് വരാനുള്ള ചാൻസ് നല്ല ഉണ്ട്. അപ്പോൾ നമുക്ക് മാർക്കറ്റ് എത്ര ഡൗണിലേക്ക് വരും, എത്ര പ്രോഫിറ്റ് കാണിക്കണം എന്നുള്ളതിൽ അർത്ഥമില്ല. നമ്മൾ എത്രത്തോളം ബുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമുക്ക് നോക്കാം. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം.
അപ്പോൾ നമുക്ക് ഇവിടുന്ന് എക്സിറ്റ് ആവാനുള്ള ടൈം ആയിരിക്കണം. ഇവിടെ നിന്ന് നമുക്ക് മാർക്കറ്റ് ഡബിളെല്ലാം കാണിച്ചിട്ടുണ്ട്, നമ്മുടെ ക്യാപിറ്റൽ ഡബിൾ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നിന്ന് അതിന് ശേഷം ഞാൻ വെയിറ്റ് ചെയ്തു. അതിന് ശേഷം ഇപ്പോൾ റിവേഴ്സിൽ ഇവിടെ നിന്ന് പോകുന്ന പോലെ ഉണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് എക്സിറ്റ് ആവുകയാണ്. രണ്ടാമത്തെ എൻട്രി ഇവിടെ നിന്ന് എക്സിറ്റ് ആവുകയാണ്. അപ്പോൾ നല്ല രീതിയിൽ മാർക്കറ്റ് വന്നു. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് ഇറങ്ങാൻ പറ്റില്ല. അപ്പോൾ റിവേഴ്സിൽ വന്നു. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് എക്സിറ്റ് ആവുകയാണ്. അപ്പോൾ ഞാൻ മൂന്നാമത്തെ ഒരു എൻട്രി ഇവിടെ പ്ലാൻ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നിന്ന് മൂന്നാമത്തെ എൻട്രിയാണ് ഇന്നത്തെ ദിവസത്തെ മൂന്നാമത്തെ എൻട്രിയാണ്. ഞാനങ്ങനെ അധികം എൻട്രീസ് ഒന്നും എടുക്കാറില്ല. ഇന്ന് ആദ്യമായിട്ടാണ് ഞാൻ മൂന്നാമത്തെ എൻട്രി ഇവിടെ എടുക്കുന്നത്. ചെറിയൊരു ടാർഗറ്റാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും എൻട്രി ഇവിടെ മൂന്നാമത്തെ ഒരു എൻട്രി എക്സിക്യൂട്ട് ചെയ്യാം. എന്നാലും ഈ ഒരു എൻട്രി നമുക്ക് ഏകദേശം എൻ്റെ ഒരു എക്സിറ്റ് പ്ലാൻ എന്ന് പറയുന്നത് ഇന്നത്തെ അല്ല, ഇപ്പം ഉണ്ടാക്കിയിരിക്കുന്നത് കറൻ്റ്ലി ഉണ്ടാക്കിയിരിക്കുന്ന ഈ ലോ ആണ്. ഞാൻ അവിടെ നിന്നാണ് ഞാൻ ഇപ്പോൾ എക്സിറ്റ് ആവാൻ പോകുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ എൻ്റെ ടാർഗറ്റ്. ഞാൻ വെച്ചിരിക്കുന്ന ടാർഗറ്റിലല്ല, ഈ ഒരു കറൻ്റ്ലി ഈ ഒരു മൂവ്മെൻറ്റ് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ലോ ആണ് ഇപ്പോൾ ഞാൻ എൻ്റെ ടാർഗറ്റായി വെച്ചിരിക്കുന്നത്. 1:1 ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എന്തായാലും അത് വെയിറ്റ് ചെയ്ത് നോക്കാം നമുക്ക് എത്രത്തോളം അത് വരുന്നു. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് എക്സിറ്റ് ആവാം. അപ്പോൾ എന്തായാലും ഈ ഒരു ട്രേഡ് നമുക്ക് ഇവിടെ നിന്ന് എക്സിറ്റ് ആവാനുള്ള ടൈം ആയിരിക്കണം. അങ്ങനെ എന്തായാലും ഈ ഒരു ട്രേഡ് ഇവിടെ നിന്ന് എക്സിറ്റ് ആക്കുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ 3 ട്രേഡ് ചെയ്തു. ആദ്യത്തെ ട്രേഡിൽ നമുക്ക് ലോസാണ്. ആദ്യത്തെ ട്രേഡിൽ നമുക്ക് നല്ല രീതിയിൽ പ്രോഫിറ്റ് വന്നതാണ്. 3Kൻ്റെ അടുത്ത് പ്രോഫിറ്റ് വന്നു. രണ്ടാമത്തെ ട്രേഡിൽ നമുക്ക് ഏകദേശം ഡബിൾ കഴിഞ്ഞു. ഒരു 120% പ്രോഫിറ്റ് തന്നാണ്. അത് നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റിയില്ല. എന്നിട്ട് നമ്മളൊരു ഏകദേശം ഒരു 3Kൻ്റെ അടുത്ത് ബുക്ക് ചെയ്തു. അതിനുശേഷം മൂന്നാമത്തെ ഒരു എൻട്രി നമ്മൾ ചെറിയൊരു പ്രോഫിറ്റ് കൂടി ബുക്ക് ചെയ്ത് ഇന്നത്തെ ട്രേഡ് അവസാനിപ്പിച്ചിരിക്കുകയാണ്.